നമസ്കാരം. സ്വന്തം രാജ്യത്തെ സേവിക്കാനായി ഞങ്ങൾക്ക്, അതായത് ഇന്ത്യയുടെ സുരക്ഷാ സൈനികർക്ക് ഇത്രയധികം ഒരു ഫ്രീ ഹാൻഡ് നൽകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്താണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന് ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി ഒന്നുകൂടി വെളിപ്പെടുത്തുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം IIT മദ്രാസിൽ നടത്തിയ ഒരു പ്രസംഗത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. സർക്കാരിനെതിരെ ഭാരതത്തിലെ പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനം, ആ വിമർശനത്തിനൊരു മറുപടി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം എന്നത്. രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇപ്പോഴും ഇന്ത്യയുടെ എത്ര വിമാനം വെടിവെച്ചിട്ടു എന്ന പേരിലാണ്, ഇന്ത്യയുടെ എത്ര വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു, എത്ര വിമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന ചോദ്യവുമായി ഇപ്പോഴും നടക്കുകയാണ്. അതിന് വളരെ കൃത്യമായ ഉത്തരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വന്ന് പറഞ്ഞതാണ്. എന്നിട്ട് പോലും ഇപ്പോഴും കോൺഗ്രസ്സുകാർ ആ ചോദ്യവുമായി ഇങ്ങനെ നടക്കുകയാണ്. അതായത് സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത്? അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി പാകിസ്ഥാൻ്റെ 6 വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടു എന്ന വെളിപ്പെടുത്തൽ ആദ്യമായി നടത്തുമ്പോൾ അന്നും ആ സമയത്തും കോൺഗ്രസ്സിന് ചോദിക്കാനുണ്ടായിരുന്നത്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിർത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. ട്രംപിൻ്റെ വാക്ക് എന്തിനു കേട്ടു എന്നാണ് ഇപ്പോഴും കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം, കേന്ദ്ര സർക്കാരും സൈനിക ഉദ്യോഗസ്ഥന്മാരുമെല്ലാം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചതാണ്. അതായത് നമ്മുടെ ലക്ഷ്യം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലക്ഷ്യം പാകിസ്ഥാനെ ആക്രമിച്ച് കീഴടക്കുകയായിരുന്നില്ല, പാകിസ്ഥാൻ്റെ ഭൂവിഭാഗങ്ങൾ വെട്ടിപ്പിടിക്കുകയായിരുന്നില്ല, പാകിസ്ഥാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുകയായിരുന്നില്ല. മറിച്ച് ഭീകര കേന്ദ്രങ്ങൾ, നമ്മളെ ആക്രമിച്ച ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലുണ്ട്, അവ നശിപ്പിക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലക്ഷ്യം. അത് ഞങ്ങൾ നിറവേറ്റി. അതുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധം നിർത്തിയത്. രാഹുൽ ഗാന്ധിയും കൂട്ടരുടെയും ചോദ്യത്തിൻ്റെ ഉത്തരം മെയ് 7 രാവിലെ ഇന്ത്യയുടെ സുരക്ഷാ സൈന്യം നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ പാകിസ്ഥാൻ്റെ സൈന്യത്തെ ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ പാകിസ്ഥാൻ്റെ സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ ആക്രമിച്ചത് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളെ മാത്രമാണ്. ഇതോടുകൂടി ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കുന്നു ഞങ്ങൾ. ഇനി ഇതിലൊരു എസ്കലേഷൻ ഉണ്ടായില്ല എങ്കിൽ മറ്റൊരു മറുപടി ഇല്ല. പക്ഷേ ഇത് ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാൻ എന്തെങ്കിലും സാഹസം കാട്ടിയാൽ തീർച്ചയായും തിരിച്ചടി ഉണ്ടാകും എന്ന് സൈന്യം അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഈ രീതിയിൽ പാകിസ്ഥാൻ സാഹസം കാട്ടി, ഇന്ത്യ അതിന് തിരിച്ചടി നൽകുന്നു. ആ തിരിച്ചടി പാകിസ്ഥാന് താങ്ങാൻ കഴിയാതെ വരുന്നു. പാകിസ്ഥാൻ പെട്ടെന്ന് തന്നെ ഒരു വലിയ ദുരിതത്തിലാകുന്നു. അങ്ങനെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര സഹായം തേടുന്നു. അന്താരാഷ്ട്ര സമൂഹം, പല രാജ്യങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം വിളിച്ചു. അതിന് യാതൊരുവിധ ഫലവുമില്ല എന്ന് കാണുമ്പോൾ അവരെല്ലാം കൈമലർത്തുന്നു. പിന്നീട് പാകിസ്ഥാൻ ഇന്ത്യയെ നേരിട്ട് വിളിച്ച് വെടിനിർത്തലിന് വേണ്ടി അപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ആ വെടിനിർത്തൽ ഇന്ത്യ സമ്മതിച്ചു. കാരണം ഇന്ത്യ അവരുടെ സൈനിക താല്പര്യങ്ങളെല്ലാം തന്നെ നിറവേറ്റി. ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. അതിന് എതിരെ പാകിസ്ഥാൻ്റെ പ്രതികരണത്തിന് ശക്തമായ മറുപടിയും നൽകി. ഇനിയും സൈനിക നടപടി നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. പാകിസ്ഥാൻ ഏതെങ്കിലും സാഹസം കാട്ടിയാൽ മാത്രമേ ഇന്ത്യ തിരിച്ചടിക്കുകയുള്ളൂ. അതുകൊണ്ട് വെടിനിർത്തലിന് അനുവാദം നൽകി. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അടക്കം തന്നെ വിളിച്ചുവെന്നും അക്കാര്യത്തിൽ തൻ്റെ മറുപടി എന്താണ് എന്നും എന്താണ് ഇവിടെ നടന്നതെന്നും വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഒരു വ്യക്തത കുറവുമില്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിലായി പാർലമെൻറ്റിലടക്കം പറഞ്ഞതാണ്. ഇപ്പോഴും കോൺഗ്രസിൻ്റെ സംശയം തീരാത്തത് എന്ത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഈ ഒരു സംശയത്തിന് ഒരിക്കൽ കൂടി വ്യക്തമായ മറുപടി നൽകുകയാണ് ഈ IIT മദ്രാസിലെ നമ്മുടെ കരസേനാ മേധാവിയുടെ പ്രസംഗം. അതായത് പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വലിയ പെരും നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. പാകിസ്ഥാൻ പറയുന്നത് ഈ സൈനിക നടപടിയിൽ പാകിസ്ഥാൻ വിജയിച്ചു എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ പാകിസ്ഥാൻ, ഏതെങ്കിലും ഒരു പാകിസ്ഥാനെ വിളിച്ച് നമുക്ക് ഇപ്പോൾ ചോദിച്ചു നോക്കിയാൽ, ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മെയ് 7 മുതൽ 10 വരെ നടന്ന ആ സൈനിക സംഘർഷത്തിൽ ആരാണ് വിജയിച്ചത് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലെ ഒരു പൗരൻ പറയുക, ഞങ്ങളാകും വിജയിച്ചിട്ടുണ്ടാവുക. കാരണം ഞങ്ങളുടെ കരസേനാ മേധാവിയെ ഫീൽഡ് മാർഷലായി പ്രൊമോട്ട് ചെയ്തില്ലേ, അയാൾക്കൊരു നക്ഷത്രം അധികം കൊടുത്തില്ലേ, അയാൾ 4 നക്ഷത്രം മാത്രമുള്ള ഒരു സൈനിക ജനറലായിരുന്നു, അയാൾക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 1 നക്ഷത്രം കൂടി അനുവദിച്ചു, 5 നക്ഷത്രമുള്ള ഫീൽഡ് മാർഷലായി മാറി. നോക്കൂ, ഞങ്ങളുടെ കരസേനാ മേധാവി ഫീൽഡ് മാർഷലായി. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം പാകിസ്ഥാൻ ആയിരിക്കണം വിജയിച്ചത്. ഇതാണ് പാകിസ്ഥാൻ യുദ്ധം വിജയിക്കാൻ വേണ്ടി ചെയ്ത നൈസ് പരിപാടി. പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങളെല്ലാം തകർന്നു,
പാകിസ്ഥാൻ്റെ യുദ്ധോപകരണങ്ങൾ തകർന്നു, വ്യോമ പ്രതിരോധ സംവിധാനം തകർന്നു, പാകിസ്ഥാൻ്റെ ഫൈറ്റർ ജെറ്റുകളും തകർന്നു. എന്നിട്ടും ഭീകരവാദ കേന്ദ്രങ്ങൾ തകർന്നു. എന്നിട്ടും പാകിസ്ഥാൻ വിജയിച്ചത് പാകിസ്ഥാൻ്റെ കരസേനാ മേധാവിക്ക് ഒരു സ്റ്റാർ മാത്രം കൊടുത്തിട്ടാണ്. ഇതാണ് പാകിസ്ഥാൻ്റെ പരിപാടി. ഈ പരിപാടിക്ക് ആക്കം കൂട്ടാനാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം ഇവിടെ നിന്നും എത്ര വിമാനം പോയി എന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിനൊക്കെ മറുപടിയായി ഇപ്പോൾ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പോലും സംസാരിച്ചത് ഇന്ത്യൻ സൈന്യത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം ഒരു പിന്തുണയും കൊടുത്തില്ല എന്നാണ്. സൈനികരുടെ കൈ പിന്നിൽ കെട്ടിയിട്ടു എന്ന് വരെ അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞു. അതിനൊക്കെയുള്ള മറുപടിയാണ് ഇപ്പോൾ കരസേനാ മേധാവി പറഞ്ഞിരിക്കുന്നത്. അതായത് 22-ാം തീയതി പഹൽഗാമിൽ ആക്രമണം നടത്തുന്നു. 23-ാം തീയതി തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ 3 സേനാ മേധാവിമാരെയും രാജ്നാഥ് സിംഗ് തൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. നിർണായകമായ ചർച്ചകൾ നടത്തുന്നു. അന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇനഫ് ഈസ് ഇനഫ് എന്നാണ്. ഈ കളി നമുക്കിനി മതിയാക്കാം, ഇവൻ്റെയൊക്കെ കളി ഇനി മതി. കൃത്യമായ ഉത്തരം കൊടുക്കണം, ഇതിന് കൃത്യമായ മറുപടി കൊടുക്കണം. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. അദ്ദേഹം പറയുന്നു, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ സുരക്ഷാ സേനയ്ക്ക് ഇങ്ങനെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തി കൃത്യമായ മറുപടി കൊടുത്തു. ഈ നിമിഷത്തിലും പാകിസ്ഥാൻ അതിനെതിരെ എന്തെങ്കിലും സാഹസം കാട്ടിയാൽ കൃത്യമായ മറുപടി ഇപ്പോഴും ഇന്ത്യൻ സൈന്യത്തിന് കയ്യിൽ റെഡിയാണ് എന്നാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ വിൽ ഇത്രമാത്രം സുരക്ഷാ സേനത്തെ അല്ലെങ്കിൽ സുരക്ഷാ സേനയോട് ഇത്രമാത്രം അഗ്രസീവായി നിൽക്കാൻ ആവശ്യപ്പെടുന്നത് ഇന്നലെ ഇന്ത്യയുടെ വ്യോമസേനാ മേധാവിയും പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന്, രാഷ്ട്രീയ രംഗത്തെ പ്രതിപക്ഷ വിഭാഗത്തിന് ഇതുവരെയും, പ്രതിപക്ഷത്തെ ചില ആളുകൾക്ക് ഇതുവരെയും ഇക്കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നത് മാത്രമല്ല, പാകിസ്ഥാൻ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്ന ഈ പെരും നുണകൾക്കൊപ്പം നിൽക്കാനാണ് കോൺഗ്രസിന് താല്പര്യം എന്നാണ് ഈ സൈനിക മേധാവികളുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ഓരോ ഇന്ത്യൻ പൗരനും മനസ്സിലാവുക. എന്താണ് നടന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. തീർച്ചയായും യുദ്ധതന്ത്രങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. തീർച്ചയായും പ്രതിരോധ രഹസ്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതൊരിക്കലും ഒരു രാജ്യത്തിന് ചെയ്യാൻ കഴിയില്ല, അത് നമുക്ക് ചോദിക്കാനും കഴിയില്ല. പക്ഷേ അത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് പാകിസ്ഥാൻ്റെ പ്രചരണത്തിന് സഹായിക്കുന്ന രീതിയിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.